തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ നീക്കമെന്ന മുന്നറിയിപ്പ് ADGP MR അജിത് കുമാർ അവഗണിച്ചെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. പോലീസ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. പലതവണ ഫോൺ വിളിച്ചിട്ടും MR അജിത് കുമാർ എടുത്തില്ല എന്ന മൊഴിയും മന്ത്രി ആവർത്തിച്ചു. 2024 തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത്. പുതിയ മൊഴിയിലും പൂരം അലങ്കോലപ്പെട്ടതിൽ സംശയകരമായ സാഹചര്യങ്ങളുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി കെ രാജൻ. പൂരം അലങ്കോലപ്പെടുത്താൻ നീക്കുമെന്ന മുന്നറിയിപ്പ് അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാർ അവഗണിച്ചു. പൂരം കലക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഗൂഢാലോചന നടന്നു. ഇതിൽ അന്വേഷണം വേണം. പൂരം രാത്രിയിലുണ്ടായ പോലീസ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി കെ രാജൻ പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞു. പൂരച്ചടങ്ങുകൾക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ പലതവണ വിളിച്ചിട്ടും MR അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. ഇക്കാര്യം മന്ത്രി തന്നെ പലതവണ പരസ്യമായി പറഞ്ഞതാണ്. പൂരം കലക്കലിനെ കുറിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് സംഘം മന്ത്രി കെ രാജനിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തത്. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് നയിക്കുന്ന അന്വേഷണ സംഘത്തിലെ അംഗമായ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ DIG തോംസൺ ജോസാണ് ഇന്നലെ രാത്രി മന്ത്രി രാജനിൽ നിന്ന് മൊഴിയെടുത്തത്. 24 തിരുവനന്തപുരം.